ഇത് നിങ്ങളിപ്പോ കുറെ ആയല്ലോ യാത്ര. കെട്ടിപ്പറുക്കി എങ്ങോട്ടാ? ഒരു യാത്ര കൂടി പോണം. കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ പ്രിയതമേ. എന്തേലും കാര്യം സാധിക്കാനുണ്ടേൽ പ്രിയതമ, അല്ലെങ്കിൽ എടി പോടി. എന്റെ മൃദുലകുമാരി അമ്മേ, ഓ ഞാനൊന്ന് പ്രേമപൂർവ്വം വിളിച്ചതല്ലേ പ്രിയതമേന്ന്. ഷടാ. അതൊക്കെ പോട്ടെ, കാര്യത്തിലേക്ക് വാ. എവിടേക്കാ കെട്ടിപ്പറുക്കി? കുറെ ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ. എത്ര ദിവസം കഴിഞ്ഞ് തിരികെ വരും? ഞങ്ങൾ 2 ആഴ്ച എടുക്കും. ഞങ്ങളോ? അതാരാ മറ്റേ ആൾക്കാര്? നമ്മുടെ ഫ്ലാറ്റിന്റെ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, പിന്നെ പ്രസിഡന്റായ ഈ ഞാനും. പിന്നെ എന്താ ഉദ്ദേശം? ഫ്ലാറ്റ് റെസിഡൻസ് അസോസിയേഷൻ ഭരണകക്ഷിക്കാരെല്ലാം ഉണ്ടല്ലോ. സംഗതി രഹസ്യമാ. പിന്നെ നീ അസോസിയേഷൻ മീറ്റിങ്ങിന് പോകുമ്പോ വെച്ച് ഗീച്ചാക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞിട്ട് വേണം നിങ്ങളുടെ ഒഫീഷ്യൽ യാത്രയുടെ രഹസ്യങ്ങൾ മെമ്പേഴ്സ് എല്ലാം അറിയാൻ. ഒന്ന് പോ മനുഷ്യ. എന്നിട്ടും എവിടെ പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ. അതെ, നമ്മുടെ ഫ്ലാറ്റ് റെസിഡൻസ് അസോസിയേഷന് ഗ്ലോബൽ റെയർ സെലിബ്രേഷൻ അസോസിയേഷൻ UK-യുടെ പ്ലാസ്റ്റിക് രഹിത ഫ്ലാറ്റ് സമുച്ചയത്തിനുള്ള ഗ്ലോബൽ അവാർഡ് ലഭിച്ചു. അത് വാങ്ങാനായി ഞങ്ങൾ 4 ആളും UK-യിലേക്ക് പോകുവാ. അതിന്റെ ചെലവൊക്കെ? അത് റെസിഡൻസ് അസോസിയേഷൻ ഫണ്ടിൽ നിന്ന് ഞങ്ങൾ അങ്ങ് അനുവദിപ്പിച്ചു. അതിനാരേലും നമ്മുടെ ഫ്ലാറ്റ് കാണാൻ UK-യിൽ നിന്ന് വന്നിരുന്നോ? അതൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ, അവര് കണ്ടോളും. ഞങ്ങൾ ഭരണപക്ഷം അതൊക്കെ അപ്പോൾ അപ്ലോഡ് ചെയ്യുമല്ലേ. അപ്പോ നമ്മുടെ അടുക്കളയിലും ബാത്റൂമിലും ഒക്കെ ഉള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളോ? അത് നിങ്ങൾ അപ്ലോഡ് ചെയ്തോ മനുഷ്യ? പതുക്കെ പറ. മറയ്ക്കേണ്ടതൊക്കെ മറയ്ക്കാൻ ഈ ഞങ്ങൾ കേമന്മാരല്ലേ. സമാധാനമായി. അല്ല, ഇതാര് സെക്രട്ടറി വൃഷഭകുമാരൻ സാറോ? കയറി വയിരിക്കും. എന്തുവാ, 2 ആള് ഏതോ തർക്കത്തിലാണെന്ന് തോന്നുന്നല്ലോ. ഒന്നുമില്ല, നമ്മുടെ UK യാത്രയെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. ഏത്? നമ്മൾ റെസിഡൻസ് അസോസിയേഷന്റെ പ്ലാസ്റ്റിക് രഹിത അവാർഡ് വാങ്ങാൻ UK-ക്ക് പോകുന്നതിന്റെയോ? അതെ അതെ അതെ, പ്രസിഡന്റ് ആയതുകൊണ്ട് ചേട്ടനോട് പറയണ്ട എന്നറിയാം. എന്നാലും ഇതിത്തിരി രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യമാ കേട്ടോ. അത് പറയാനാ ഞാൻ ഇത്രടം വരെ ഇപ്പൊ വന്നത്. വീണ്ടും രഹസ്യോ? ദേ ഇപ്പൊ പ്രസിഡന്റായ ഈ ചേട്ടൻ ഒരു രഹസ്യത്തിന്റെ കാര്യം പറഞ്ഞ് തീർന്നതേ ഉള്ളൂ. സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും വീണ്ടും രഹസ്യോ? ഇതിപ്പോ പ്ലാസ്റ്റിക് രഹിത അവാർഡാണോ രഹസ്യ അവാർഡാണോ? എന്റെ മൃദുല ചേച്ചി ഒന്ന് പതുക്കെ. അല്ല, ചേച്ചിക്ക് അറിയാലോ, ഇവിടുത്തെ ചേട്ടനല്ലേ പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറി, ലോലകുമാർ ജോയിന്റ് സെക്രട്ടറി, പ്രബലൻ സാറ് വൈസ് പ്രസിഡന്റ്. ഞങ്ങളുടെ 3 പേരുടെയും ബന്ധുക്കൾ UK-യിലുണ്ട്. അവർ ആൾ ഗ്ലോബൽ റെയർ സെലിബ്രേഷൻ അസോസിയേഷന്റെ ഭാരവാഹികളാണ്. അതേന്നെ, ഞങ്ങള് 4 ആളും പ്രപ്പോസ് ചെയ്ത പ്ലാനാണിത്. നമ്മുടെ ഫ്ലാറ്റിലെ കുറെ പ്ലാസ്റ്റിക് രഹിത സ്പേസിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. അവർ ഒരു അവാർഡ് ഞങ്ങൾക്ക് തരുന്നു. മൊമെന്റോ, ഫോട്ടോ, മാറ്റർ എല്ലാം ഞങ്ങൾ തന്നെ സെൻഡ് ചെയ്തു. അതുപോലെ അവർ മീഡിയക്ക് കൊടുക്കുന്നു. ചെലവൊക്കെ എങ്ങനാന്ന് വെച്ചാൽ, ചെലവിന്റെ കാര്യം ചേട്ടൻ മുമ്പേ പറഞ്ഞിരുന്നു. റെസിഡൻസ് അസോസിയേഷൻ ഫണ്ടിൽ നിന്ന് നിങ്ങൾ തന്നെ അനുവദിപ്പിച്ചെന്ന്. എന്റെ ഭാര്യയെ കൂപമണ്ടൂകമേ, ഈ അവാർഡ് ഗ്ലോബൽ അവാർഡാ. ലോകം മൊത്തമുള്ള മലയാളികൾക്കും അഭിമാനിക്കാം. അതും നമ്മുടെ ഫ്ലാറ്റിന്റെ റെസിഡൻസ് അസോസിയേഷൻ രൂപം കൊണ്ടതിന് ശേഷം നടാടെയുള്ള അവാർഡ്, അതും UK-യിൽ നിന്ന്. ഞങ്ങൾ ഭരണസമിതിയുടെ നേട്ടമല്ലേ. അതെ അതെ, ആൾ ഗ്ലോബൽ പ്ലാസ്റ്റിക് രഹിത ഫ്ലാറ്റ് സമുച്ചയത്തിനുള്ള അവാർഡും ഫലകവും കിട്ടുന്ന ആദ്യ റെസിഡൻസ് അസോസിയേഷൻ നമ്മുടേതാ. അവാർഡേ ഗ്ലോബലാ, ഗ്ലോബൽ. ഒരു 25 ലക്ഷം രൂപ അസോസിയേഷന് ചെലവായാൽ എന്താ? ഒരു ഗ്ലോബൽ അവാർഡ് ഞങ്ങൾ UK-യിൽ നിന്ന് തരപ്പെടുത്തിയില്ലേ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മുടെ അസോസിയേഷൻ അല്ലേ ട്രെൻഡിങ്. അസോസിയേഷൻ തൂക്കി എന്ന് ജെൻസി പിള്ളേര് പറയും. സർട്ടിഫിക്കറ്റും മൊമന്റോയും പ്രിന്റ് ചെയ്യുന്നതും ഹാളിന്റെ വാടക കൊടുക്കേണ്ടതും അവിടെ എത്തുന്ന വിശിഷ്ടാതിഥികൾക്ക് പ്രതിഫലം കൊടുക്കുന്നതും അവാർഡ് വാങ്ങുന്ന ഞങ്ങളാണെന്ന് ജനങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ടല്ലേ നീ ഭവതി ഇത് ഒതുക്കത്തിൽ കൈകാര്യം ചെയ്യാൻ ഇടയ്ക്കിടെ പറയുന്നേ. എന്റെ ഗുരുവായൂരപ്പാ, പണ്ടേതോ സിനിമയില് പ്രാഞ്ചിയേട്ടൻ അവാർഡ് ഒപ്പിക്കുന്നത് പോലെ ആയല്ലോ. അതിലെ ചെലവ് അദ്ദേഹത്തിൻ്റെതായിരുന്നേല് ഇപ്പോ ചെലവ് ചുമക്കുന്നത് നാട്ടാര്. ഇവരെ ചുമക്കുന്ന നാട്ടാരെന്നാണോ ബോധമുദിച്ച് ചുമലീന്ന് താഴേക്കിടുന്നത് കണ്ടറിയാം. പിന്നണിയിൽ രാജ്മോഹൻ കുവളശ്ശേരി, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ. രചന N. സുരേഷ് തൃക്കുന്നപ്പുഴ.